ഇതുവരെ ഈ പേരമരത്തിലുള്ള പേരയ്ക്ക കണ്ടോ, നിറയെ പേരയ്ക്കയാണ്. ഒരു 10 കിലോ പേരയ്ക്കയിലും പറിക്കാനുണ്ട്. അതുപോലെ പേരയ്ക്കയാണ്. പക്ഷേ ഒറ്റ ഒരെണ്ണം നന്നായി കിട്ടത്തില്ല. മൊത്തം ഇങ്ങോട്ട് പഴുക്കാറാകുമ്പോഴത്തേന് അളിഞ്ഞളിഞ്ഞിരിക്കുവാണ് അതിൻ്റെ അകം കീറുമ്പോൾ. അതിനെന്തെങ്കിലും മാറ്റാനുള്ള എന്തെങ്കിലും പ്രയോഗങ്ങളുണ്ടോ ഒന്നും അറിയില്ല. നിറയെ കായ്കളുമായിട്ടിരിക്കുക. ഈ കായാണെങ്കിലും വഴിയെ പോകുന്ന മനുഷ്യരാണെങ്കിൽ പറിച്ച് എടുത്ത് കഴിച്ചുകൊണ്ട് പോകുന്നത് കാണാം. ഒരുപാട് പേരയ്ക്ക ഉണ്ട്. ക്യാൻസർ രോഗികളൊക്കെ ആയിട്ടുള്ളവർ ഈ പൊട്ട് പേരയ്ക്ക ഇലയിലെ പറിച്ചുകൊണ്ട് പോകും. അതും വിളയാറാകുമ്പോഴല്ലേ പുഴു ഉണ്ടാകുന്നത് എന്നും പറഞ്ഞു. ഞാൻ ഈ പരുവത്തിലുള്ള പേരയ്ക്കയൊക്കെ പറിച്ച് കഴിക്കാറുണ്ട്. ഇതിങ്ങനെ കണ്ടോ അളിഞ്ഞു പോകുന്നത്, ഒരെണ്ണം കണ്ട് അളിഞ്ഞ് നിൽക്കുന്ന കണ്ടില്ല. അതേമാതിരി പോവുകയാണ്. ഇപ്പം വാവലും കിളികളാണ് നിറയെ ഇതിൽ. നമ്മുടെ പേരമരമാണിത്. പള്ളി ഇതുകൊണ്ട് ആ കാണുന്ന ഭാഗമാണ്. കാണാമോന്നറിയില്ല. ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. പിന്നെ എന്തുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ രാവിലെ തൊട്ട് മഴ തുടങ്ങിയതാണ്. ഇപ്പോഴും മഴ പെയ്യുകയാണ്. ഇന്ന് സൺഡേ ആണ്. പള്ളിയിൽ പോവുകയാണ്. അപ്പോൾ സ്വല്പം നേരം കൂടെ മോൻ ഒരുങ്ങി വരാൻ സമയമെടുക്കും. അപ്പോൾ അത്രയും സമയം ഇവിടെ നിൽക്കുകയാണ്. അപ്പം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വില്ലേജ് കുക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അന്നേരം നോട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ എന്നും പറഞ്ഞ് വന്നു, പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ പബ്ലിഷ് ചെയ്തത്. പക്ഷേ അതെ, കോപ്പിറൈറ്റ് ഇന്ന് വന്നേക്കുന്നു, കോപ്പിറൈറ്റ് എന്നും പറഞ്ഞു. എനിക്ക് ഫുള്ളായിട്ട് 17 മിനിറ്റിൻ്റെ വീഡിയോ ആയിരുന്നു. ഫുള്ളായിട്ട് മായ്ച്ച് കളയേണ്ടി വന്നു. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം കൂട്ടുകാരും കോപ്പിറൈറ്റ് നോ കോപ്പിറൈറ്റ് മ്യൂസിക് എന്നും പറഞ്ഞ് ഉള്ളതാണെങ്കിലും വളരെ ശ്രദ്ധിച്ച് വേണം ആഡ് ചെയ്യാൻ. ഞാൻ അങ്ങനെയുള്ള ഒരു വില്ലേജ് മ്യൂസിക്കാണ് ആഡ് ചെയ്തത്. പക്ഷേ കോപ്പിറൈറ്റ് ഇല്ലെന്നും പറഞ്ഞാണ് ആഡ് ചെയ്തത്. അതുകൊണ്ട് കൂട്ടുകാരെല്ലാം വളരെ ശ്രദ്ധിച്ച് വേണം മ്യൂസിക് ആഡ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. ഗുളിക തീരാറായല്ലോ, വാങ്ങിക്കണം. എന്നാ അങ്ങനെ അമ്മയ്ക്ക് ഗുളികയും കൊടുക്കുന്ന കാര്യം മറന്നുപോയായിരുന്നു. പിന്നെ ഗുളിക കൊടുത്തു. അതുപോലെ കൂട്ടുകാരെ, എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ട്രാവലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. പുറത്തെ കാഴ്ചകളൊന്നും കൂടുതൽ കാണിക്കാനൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ അടുക്കളയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. അതുപോലെ ഞാൻ തന്നെയാണ് എൻ്റെ ക്യാമറാമാനും എഡിറ്റിങ്ങും എല്ലാം. എനിക്ക് കൂടുതലായിട്ട് നല്ല ഇതായിട്ട് എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ അറിയില്ല. ക്യാമറ പിടിക്കാൻ
ക്യാമറ എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ അകത്തെ വീഡിയോ പിടിക്കാനൊന്നും എനിക്ക് ശരിയായിട്ട് അറിയില്ല. എങ്കിലും അറിയാവുന്ന പോലൊക്കെ എനിക്ക് ഇഷ്ടമാണ് വീഡിയോ ഒക്കെ ഇടുന്നത്. എല്ലാവരും ഓരോ ലക്ഷ്യത്തോടു കൂടിയല്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ. അതുപോലെ ഞാനും എൻ്റേതായ ഒരു ലക്ഷ്യമുണ്ട്. അതിനായിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പിന്നെ ക്രീം ഇരിക്കുന്നുണ്ട്. ഏതെല്ലാം സൈസുള്ള ക്രീമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇന്നലെ പയ്യൻ വന്നായിരുന്നു. പക്ഷെ പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ, ഇന്നലെ വന്നില്ല. നമുക്ക് റെഡിയാ അവനെ തിരക്കെന്ന് പറയാനേ. ഓക്കെ. ഇതിന്റെ പൈസ ഇതിന്റെ പൈസ ഇത്രയും സാധനം ഞാൻ എടുത്തു. വിവിധ തരം കമ്മലുകൾ, എന്തെല്ലാം കമ്മലുകളാണ് കിടക്കുന്നത് കടയിൽ. സ്ലൈഡ്, പൊട്ട ഇതെല്ലാം പലഹാരങ്ങളായിരിക്കുന്നത്. പെരുന്നോരെല്ലാം ആട്ടി വിടുവാണോ? ഉണ്ടോ കോഴിത്തീറ്റ? അത് കൊണ്ട് വെക്കണ്ടേ? പിന്നെ ഞാനിപ്പോ എവിടെ പോകും മേടിക്കാൻ? കോഴികളെ എല്ലാരും വളർത്തുന്നെന്ന് അറിയത്തില്ലേ നിനക്ക്? അങ്ങനെ പള്ളിയിലെ കുർബാന കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി. അതുപോലെ തന്നെ കൂട്ടുകാരെ, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ, ഞാൻ തിരിച്ച് ചെയ്യാം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണേ എന്നും പറയുന്നുണ്ടല്ലോ. പക്ഷേ അത് ഭയങ്കര ഒരു തെറ്റാണ്. കാരണം നമ്മൾക്ക് നേരായ മാർഗത്തിൽ കൂടെ സബ്സ്ക്രൈബ് ആര് ചെയ്യുന്നോ അതേ നിലനിൽക്കുകയുള്ളൂ. അല്ലാതെ സബ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണമെന്ന് പറഞ്ഞ് അവർ വന്ന് സബ് ചെയ്യും, പിന്നെ ഒരിക്കലും നമ്മുടെ വീഡിയോ കാണും. ഒരിക്കലും അത് കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കുക. കിടങ്ങാനല്ല പറഞ്ഞത്, കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതും പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർ ശ്രദ്ധിക്കുക. നമുക്ക് കിട്ടേണ്ട സബ്സ്ക്രൈബ് താമസിച്ചായാലും കിട്ടും, അത് മതി. അവരെ കാണുകയുള്ളൂ നമ്മുടെ വീഡിയോസ്. അല്ലാതെ സബ്സ്ക്രൈബിന് വേണ്ടി വരുന്ന ആളുകൾ പിന്നെ ഒരിക്കലും അത് ചെയ്യണേന്ന് പറയും, പക്ഷേ അതൊരിക്കലും അങ്ങോട്ട് നമ്മൾ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും, ഒരിക്കലും അവരിങ്ങോട്ട് കാണുകയില്ല.
രണ്ടാമത്തെ ദിവസം അവരെ അൺസബ്സ്ക്രൈബ് ചെയ്ത് അവരുടെ പാട്ടിന് പോകും. അങ്ങനെയും കാര്യം. ഇവര് വളരെ ശ്രദ്ധിച്ച് വേണം എല്ലാവരും വീഡിയോ ഇടാൻ. കോപ്പിറൈറ്റുള്ള മ്യൂസിക് അല്ലെന്ന് പറയും, പക്ഷേ കറക്റ്റായിട്ട് കോപ്പിറൈറ്റ് ഉണ്ട്. എനിക്ക് നല്ലൊരു പണി 1-2 പ്രാവശ്യം പണി കിട്ടി. അങ്ങനെ നല്ലൊരു വീഡിയോ ആയിരുന്നു. അത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി. പിന്നെ പള്ളിയിൽ നിന്ന് വന്ന് കുറച്ച് കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ തിരിച്ചെത്തി. വീട്ടിൽ തിരിച്ചെത്തി ഭയങ്കര മഴയാണ് ഇവിടെ, ഭയങ്കര മഴ. ഇന്നത്തെ എൻ്റെ ഈ കുറച്ച് വിശേഷങ്ങൾ ഇവിടെ തീരുന്നു. അടുത്ത വിശേഷങ്ങളുമായി, അടുത്ത വീട്ടു ജോലികളുമായി എല്ലാം ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.